പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗം പിതാവിന്റെ ഭവനമാണ്. അവിടെ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൂത സൈന്യങ്ങളുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിൽ നമുക്ക് സ്ഥാനമുണ്ടോ? ബൈബിൾ പ്രകാരം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വചനഭാഗത്തിൽ പറയുന്നു, നിങ്ങളുടെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ മാത്രം നിങ്ങൾക്ക് പൗരത്വമാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് പൗരത്വം എവിടെയാ? സ്വർഗത്തിൽ. ഇന്ത്യ രാജ്യത്തിൽ ജനിച്ചു വളർന്ന എന്റെ പൗരത്വം ഇന്ത്യയിലാണ്. കർത്താവിനോട് പറയാണ്, സ്വർഗത്തിലുള്ള ഒരു പൗരനായി നിന്നെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇതെങ്ങനെ എനിക്ക് മാറാൻ കഴിയും? യേശു ക്രിസ്തുവിൽ ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുകയും യേശുവിന്റെ വചനം അനുസരിക്കുകയും യേശു ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിന്റെ മകനായി മാറും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരേവരും ദൈവത്തിന്റെ മക്കളായിരിക്കുമെന്നാ കർത്താവ് പറഞ്ഞത്. കർത്താവ് എവിടെയായിരിക്കുന്നുവോ അവിടെ മക്കൾക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ സ്ഥിരമായി നിങ്ങൾക്കുള്ള ഒരു സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഉള്ളവനായ ക്രിസ്തു നമുക്ക് പൗരത്വം തന്നത് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാ. പ്രിയമുള്ളവരെ, നരകത്തിന് വിട്ടുകൊടുക്കാതെ, പാപത്തിന് വിട്ടുകൊടുക്കാതെ, ലോകത്തിന് വിട്ടുകൊടുക്കാതെ, ഈ ലോക ബന്ധനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്. അത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച് നശിച്ചു പോകാനല്ല, നരകത്തിൽ പൗരത്വം എടുത്തു പോകുന്ന ധനവാനായ മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടിയല്ല, കർത്താവായ യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു വിളി കിട്ടിയ ഒരു ദൈവമകനായി നമുക്ക് ജീവിക്കണം. വചനപ്രകാരം ജീവിക്കണം. വചനപ്രകാരം കർത്താവിനോട് കൂടെ പോകണം. നമ്മൾ പ്രാർത്ഥിക്കണം. പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം, ഈ പാപത്തിന്റെ ബന്ധനങ്ങൾ ഏൽക്കാത്ത വണ്ണം, ഈ പാപ ശരീരത്തെ ശുദ്ധീകരിച്ച ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കണം. അതിനുള്ളൊരു വിളിയാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാണേ, അവൻ വാക്കുമാറാത്ത ദൈവമാണേ, അവന്റെ ശബ്ദമാ നമ്മൾ കേൾക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും, വലിയ വിടുതൽ വരുത്തും, വലിയ ദൈവപ്രവൃത്തി വരുത്തും. കർത്താവാണ് നമ്മോട് ഇത് പറയുന്നത്. ഈ വചനത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കണം. സുവിശേഷത്തിൽ നാം എന്തു കേൾക്കുന്നുവെന്ന് പരിശോധിക്കണം. എനിക്ക് ജീവൻ തരുന്ന വചനമാണ് സുവിശേഷം. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണ് ഞാൻ വന്നതെന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകും. ലുദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തൊരു കർത്താവ്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നു കൊടുത്ത കർത്താവ്, ഈ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്നാ പറഞ്ഞത്. അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു. കാരണം വചനം, ഇരുതരവാളായ വചനം ആത്മാവിലും ഛേദനയിലും സന്ധിമജ്ജകളിലും
ആ ശരീരത്തിൽ വിടിവിക്കുമാർ കടന്നു ചെല്ലുന്ന വചനം, പാപത്തിലേക്ക്, പാപത്തിൻ്റെതായ എല്ലാ മേഖലകളെയും വിടിവിച്ച് കളയുന്ന ദൈവവചനം, പാപത്തിന് പരിഹാരമായി നമ്മൾ എന്തെല്ലാം പ്രാശ്ചിത്തം കഴിച്ചാലും യേശുക്രിസ്തുവിൽ ഈ സമയം ഒന്ന് വിശ്വസിക്കാമോ? എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എന്റെ പാപങ്ങളെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മായ്ച്ചു തന്നു, അല്ലെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്ന നിമിഷം, എന്നിട്ട് ഞാൻ അനുദപിക്കുക, കർത്താവേ, എനിക്കറിയില്ലായിരുന്നു, എന്റെ പാപവും എന്റെ കുറവുകളും പോരായ്മകളും എനിക്ക് വേണ്ടി കാൽവരിയിൽ അങ്ങ് ഏറ്റെടുത്തല്ലോ. എന്റെ കർത്താവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്ന ആ സമയം മുതൽ എന്റെ പാപം എന്നിൽ നിന്ന് കഴുകപ്പെട്ടല്ലോ. ഈ ഒറ്റ കാര്യം ഒന്ന് ഏറ്റു പറയാമോ? സ്വർഗത്തിൽ നമ്മൾ അംഗത്വം എടുത്തു കഴിയും, പൗരത്വം എടുത്തു കഴിയും. എന്നിട്ട് ഈ വചനപ്രകാരം ഒന്ന് ജീവിക്കണം. ഈ വചനം എല്ലാവരോടും പറയണം. എനിക്ക് എന്റെ കർത്താവ് തന്ന സദ്ഗുണങ്ങളെല്ലാം അങ്ങ് പറയണം. ആ ശബരിയക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ അങ്ങ് പറയണം. കർത്താവിന്റെ കൂടെ അങ്ങ് ജീവിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വെറുതെ നമ്മൾ ഈ വചനം കേട്ട് വീട്ടിലിരിക്കാതെ ഈ വചനം മറ്റുള്ളവരോട് പറയണമെന്നേ. ഈ വചനം നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കണമെന്നേ. ഈ വചനപ്രകാരം നമ്മൾ ജീവിക്കണമെന്നേ. ഈ വചനം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നേ. ആ വചനം നമ്മളെ സുഖപ്പെടുത്തുന്നേ, അനുഗ്രഹിക്കുന്നേ, ബലപ്പെടുത്തും. ഈ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. വചനം ദൈവമായി നമ്മുടെ കൂടെ വസിക്കും. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തിയും വെളിപ്പാടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.